അപ്പോൾ Adobe XD കോഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് Adobe XDയിലെ കമ്പോണൻസിനെ കുറിച്ചും എങ്ങനെ കമ്പോണൻസ് നമുക്ക് Adobe XDയിൽ ആഡ് ചെയ്യാം, അവ എങ്ങനെയാണ് ആസ് ഡിസൈനേഴ്സ് അവ എങ്ങനെയാണ് നമുക്ക് യൂസ്ഫുൾ ആകുക എന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ ഞാനൊരു കാർഡ് ഓൾറെഡി ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ഇതാണ് ഞാൻ ഡിസൈൻ ചെയ്ത കാർഡ്. അപ്പോൾ ഈ ഒരു കാർഡ് എങ്ങനെ നമുക്ക് കമ്പോണൻ്റ് ആക്കാം എന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു കാർഡ് സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ലൈബ്രറീസ് എന്ന് പറയുന്ന ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കമ്പോണൻസ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ കാണാവുന്നതാണ്. അതിന് മുകളിലായിട്ട് കളറ്, ക്യാരക്ടർ സ്റ്റൈൽസ് ഒക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ Adobe XDയിലെ ലൈബ്രറീസ് എന്താണെന്നും ഈ കളറ്, ക്യാരക്ടർ സ്റ്റൈൽസ് എങ്ങനെ നമുക്ക് ആഡ് ചെയ്യാമെന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഇതിന് മുമ്പത്തെ ആ ഒരു വീഡിയോയിൽ നമ്മൾ ഇത് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ ബട്ടണിലും ആഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് അതൊന്ന് വാച്ച് ചെയ്യാവുന്നതാണ്. അത് വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പോൾ ആ ഒരു വീഡിയോയിൽ നമ്മൾ കമ്പോണൻസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോയിൽ ഈ ഒരു തീം എടുത്തത്. അപ്പോൾ നമുക്ക് കമ്പോണൻസ് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു കാർഡ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ കാണുന്ന ഒരു പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോഴേക്കും നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് കമ്പോണൻറ്റ് 1 എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അതിനർത്ഥം അതൊരു കമ്പോണൻ്റ് ആയിട്ടുണ്ടെന്നാണ്. ഇവിടെ നിങ്ങൾക്കൊരു ഡയമണ്ട് കളർ ഐക്കൺ കാണാം, ഒരു ഫിൽ കളറോടുകൂടിയ ഒരു ഡയമണ്ട് കളർ ഐക്കൺ കാണാം. അതിനർത്ഥം അതൊരു കമ്പോണൻ്റ് ആണെന്നാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഒരു ഡയമണ്ട് കളറിന് ഫിൽ കളറുണ്ട്. അതിനർത്ഥം ഇതൊരു മാസ്റ്റർ കമ്പോണൻ്റ് എന്നാണ്. അതായത് നമ്മൾ ആദ്യമേ ക്രിയേറ്റ് ചെയ്ത ഒരു കമ്പോണൻറ്റ്. ഇനി ഇതിൽ നിന്ന് നമ്മളൊരു കോപ്പി എടുക്കുകയാണ്. ഞാനിവിടെ കീബോർഡിൽ ഓൾട്ട് പിടിച്ച് ഡ്രാഗ് ചെയ്ത് ഇതിൽ നിന്നൊരു കോപ്പി എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ആ കോപ്പി എടുത്തതിൻ്റെ ആ ഒരു ഡയമണ്ട് കളറിന്, ഒരു ഡയമണ്ട് ഐക്കണിന് അവിടെ ഒരു ഫിൽ കളർ ഉള്ളതല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം, അപ്പോൾ അങ്ങനെ ഇതിൽ നിന്നും മാസ്റ്റർ കമ്പോണൻറ്റിൽ നിന്നും കോപ്പി എടുക്കുന്നതിന് നമ്മൾ XDയിൽ ഇൻസ്റ്റൻസ് എന്നാണ് വിളിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഞാൻ ഈ ചെയ്ത പോലെ തന്നെ കീപാഡിൽ ഓൾട്ട് പിടിച്ച് ഈ മാസ്റ്റർ കമ്പോണൻറ്റിൽ നിന്നും ഡ്രാഗ് ചെയ്ത് ഈ ഒരു കോപ്പി എടുക്കാനാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ ഒരു കമ്പോണൻറ്റ് സെക്ഷനിൽ നിന്നും ഡ്രാഗ് ചെയ്തും കോപ്പി എടുക്കുന്നതാണ്. എങ്ങനെയൊക്കെയാണെങ്കിൽ കൂടി നമ്മൾ മാസ്റ്റർ കമ്പോണൻറ്റിൽ നിന്നും കോപ്പി എടുക്കുന്നതിനെ ഇൻസ്റ്റൻസ് എന്നാണ് പറയുന്നത്. ഇവ തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് ഞാനിപ്പോൾ പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ തുടർന്ന് കാണുക. ഇവിടെ ഇപ്പോൾ തൽക്കാലം ഞാൻ ഈ ഒരു ഇൻസ്റ്റൻസ് ഡിലീറ്റ് ചെയ്യുകയാണ്. ഇനി ഈ ഒരു കാർഡ്, അതായത് ഈ ഒരു മാസ്റ്റർ കമ്പോണൻറ്റ് എങ്ങനെയാണ് നമ്മുടെ ഡിസൈനിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുക, എങ്ങനെയാണ് ഒരു സ്ക്രീനിൽ ആഡ് ചെയ്യുക എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു കമ്പോണൻറ്റ് ജസ്റ്റ് ഞാൻ ഈ ഒരു സ്ക്രീനിലേക്ക് ആഡ് ചെയ്യുകയാണ്. അതിനുശേഷം ഓൾട്ട് പിടിച്ച് ഡ്രാഗ് ചെയ്ത് ഇതിൻ്റെ ഒരു 2 കോപ്പി എടുക്കുകയാണ്. ഓക്കെ, ഇനി എനിക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഈ സ്ക്രീൻ ഒന്ന് പ്രോട്ടോടൈപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പ്രോട്ടോടൈപ്പ് സെക്ഷനിലേക്ക് പോവുകയാണ്. ഇവിടെ ഞാൻ ഓൾറെഡി കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു സ്ക്രീൻസ്. അപ്പോൾ നിങ്ങൾക്ക് പ്രോട്ടോടൈപ്പ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയത്തില്ലെങ്കിൽ അതിൻ്റെയും വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ചാനലിലുണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അതിൻ്റെ ലിങ്കും ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് പ്ലേ ബട്ടൺ അമർത്തി പ്ലേ ചെയ്ത് നോക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫോണിൽ കാണുന്ന രീതിയിൽ തന്നെ നമ്മൾ ചെയ്ത ആ ഒരു ഡിസൈൻ കാണാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ പോപ്പുലർ റെസ്റ്റോറൻറ്റ്സ് നിയർ യു എന്ന് പറഞ്ഞ സെക്ഷന് താഴെ കുറച്ച് കാർഡ്സ് ഉള്ളതായിട്ട് നിങ്ങൾക്ക് കാണാം. അതിന് താഴെ ഷോ ഓൾ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉള്ളതായിട്ട് കാണാം. ഞാനിപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണുന്ന ആ ഒരു പേജാണ് ഇവിടെ ഒരു മാസ്റ്റർ കമ്പോണൻറ്റും അതിൻ്റെ ഇൻസ്റ്റൻസും ഒക്കെ ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു സ്ക്രോളബിൾ പേജ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു ഫ്ലോ മനസ്സിലായെന്ന് ഞാൻ കരുതുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് ജസ്റ്റ് പ്രോട്ടോടൈപ്പ് ചെയ്ത് കാണിച്ചത്. ഇനി വീണ്ടും ഡിസൈൻ സെക്ഷനിലേക്ക് പോവുകയാണ്. ഇനിയാണ് നമ്മൾ ഒരു കമ്പോണൻസിൻ്റെ ഗുണം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ ഈ ഒരു ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു, ഈ ഒരു പേജ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞെന്ന് വിചാരിക്കുക. അപ്പോഴേക്കും എനിക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ പറഞ്ഞു തന്ന ആൾ, അതായത് നിങ്ങളുടെ ക്ലയൻറ്റോ കസ്റ്റമറോ വന്നിട്ട് പറയുകയാണ്, ഈ ഒരു വ്യൂ മെനു എന്ന് പറഞ്ഞ ആ ഒരു സെക്ഷനിലെ ആ ഒരു ബട്ടൻ്റെ കളർ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, ആ ഒരു കളർ മാറ്റണം എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മൾ ഇത് ഒരു മാസ്റ്റർ കമ്പോണൻ്റ് ആക്കി ചെയ്തുകൊണ്ട് തന്നെ കമ്പോണൻ്റ് ആക്കി ചെയ്തുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കളർ മാറ്റാവുന്നതാണ്. അതായത് ഈ ഒരു ജസ്റ്റ് ആ ഒരു ഐക്കൺ നിങ്ങൾക്ക് ഏതിൻ്റെയാണോ കളർ മാറ്റേണ്ടത് ആ ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഫിൽ കളർ മാറ്റിയാൽ മതി. ഞാനിവിടെ ഒരു ബ്ലൂ കളർ ആക്കുകയാണ്. ഫിൽ കളർ മാറ്റുമ്പോൾ തന്നെ അതിൽ നിന്ന് കോപ്പി എടുത്ത ഇൻസ്റ്റൻസുകൾക്കും ഇതേ സെയിം കളർ തന്നെ വരുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണും ഇത് എന്തുമാത്രം ടൈം നമുക്ക് സേവ് ചെയ്ത് തരുന്നുണ്ടെന്ന്. ഇപ്പോൾ ഞാനിതൊരു കമ്പോണൻ്റ് ആയിട്ടല്ല ചെയ്തിരുന്നെങ്കിൽ ഞാനിവിടെ ഓരോ കാർഡിലും പോയിട്ട് അതിൻ്റെ കളർ ഈ ഒരു ബ്ലൂ കളറാക്കി കൊടുക്കേണ്ടി വന്നേനെ. പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും അല്ലേ. ഇപ്പോൾ ഇത് ജസ്റ്റ് ഒരു ചെറിയ എക്സാമ്പിളാണ്. നിങ്ങളൊരു വലിയ പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുകയാണ്, ഒരു 10-30 സ്ക്രീനൊക്കെ നിങ്ങൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞെന്ന് വെക്കുക. അപ്പോൾ ഈ ഒരു 10-30 സ്ക്രീനിലും ഇതുപോലെ കണക്റ്റഡ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ഉണ്ട്. അതായത് ബട്ടൺസൊക്കെ
ഇതുപോലത്തെ ബട്ടൺസ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളോട് ലാസ്റ്റ് നിമിഷം ക്ലയൻറ്റ് വന്നിട്ട് പറയുകയാണ് ഈ ഒരു ബട്ടൻ്റെ കളർ മാറ്റണം എന്ന് പറയുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഡിസൈൻ സിസ്റ്റത്തിൽ ഈ ഒരു കളർ നമുക്ക് കൊടുക്കാൻ പറ്റില്ല, ഈ ഒരു കളർ ചേഞ്ച് ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ ഒരു 10-30 സ്ക്രീൻ ചെയ്തതിൽ ഓരോ സ്ക്രീനിൽ പോയിട്ട് ഓരോ കളർ മാറ്റുന്നത് എന്തുമാത്രം ടൈം നമുക്ക് വേസ്റ്റ് ആകുമെന്ന് നിങ്ങൾക്ക് തന്നെ ആലോചിച്ച് നോക്കാമെന്നുള്ളൂ. അപ്പോൾ അതൊന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കമ്പോണൻസിൻ്റെ ആ ഒരു മീൻസ് ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുകയാണ്. ഇനി കമ്പോണൻസിനെ കുറിച്ച് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു മാസ്റ്റർ കമ്പോണൻറ്റിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഐറ്റം ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബാക്കിയുള്ള കമ്പോണൻസിലും അതുപോലെ തന്നെ ഡിലീറ്റ് ചെയ്യുന്നതായിരിക്കും. ഞാനിവിടെ ഈ ഒരു ഷെയർ ഐക്കൺ ഡിലീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ള ആ ഒരു കാർഡ്സിലും അതായത് ഇൻസ്റ്റൻസസിലും ഈ ഒരു ഷെയർ ഐക്കൺ ഡിലീറ്റ് ആയത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ ക്രിയേറ്റ് ചെയ്ത നമ്മുടെ മാസ്റ്റർ കമ്പോണൻറ്റിൽ നമ്മൾ എന്തൊക്കെ ചേഞ്ച് വരുത്തുന്നോ, അതായത് മാസ്റ്റർ കമ്പോണൻറ്റിൽ എന്തൊക്കെ ചേഞ്ച് വരുത്തുന്നോ ആ ചേഞ്ച് എല്ലാം നമ്മുടെ ഇൻസ്റ്റൻസ്, അതായത് അതിൽ നിന്ന് കോപ്പി എടുത്ത ആ ഒരു കാർഡ്സിലെല്ലാം ആ ഒരു ചേഞ്ച് വരും. അതേസമയം നമ്മുടെ ഇൻസ്റ്റൻസിൽ, അതായത് കോപ്പി എടുത്ത ഫയലുകളിൽ എന്തൊക്കെ ചേഞ്ച് വരുത്തിയാലും അത് മാസ്റ്റർ കമ്പോണൻറ്റിനെ ഒരിക്കലും ബാധിക്കുന്നതല്ല. ഞാനിപ്പോൾ ഈ ഒരു കോപ്പി എടുത്ത ഈ ഒരു കാർഡിൽ ഈ ഒരു ബട്ടൻ്റെ കളർ വീണ്ടും ഞാൻ മാറ്റുകയാണ്. ഞാൻ ഒരു ഗ്രീൻ കളർ കൊടുക്കുകയാണ്. ഓക്കെ, ഗ്രീൻ കളർ കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് കണ്ടില്ലേ, ഇവിടെ ഗ്രീൻ കളർ കൊടുത്തപ്പോൾ നമ്മുടെ മാസ്റ്റർ കമ്പോണൻറ്റിൽ അത് ഗ്രീൻ കളർ ആയില്ല. അപ്പോൾ നമ്മുടെ ആ ഒരു ഇൻസ്റ്റൻസിൽ എന്തൊക്കെ ചേഞ്ച് വരുത്തിയാലും അത് ഒരിക്കലും മാസ്റ്റർ കമ്പോണൻറ്റിനെ ബാധിക്കുന്ന കാര്യമല്ല എന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ കമ്പോണൻസിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. ലൈക്ക് നമ്മൾ കുറേ ഡിസൈനൊക്കെ ചെയ്യുന്ന സമയത്താണെങ്കിലും ഈ ഒരു കമ്പോണൻസ് എന്ന് പറയുന്നത് നമ്മളെ തീർച്ചയായിട്ടും വളരെ ഹെൽപ്പ് ചെയ്യും. ലൈക്ക് ടൈം നമുക്ക് അറിയാമല്ലോ, നമുക്ക് ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ടൈം സേവ് ചെയ്യാനായിട്ട് വളരെ നല്ലൊരു ടൂളാണ് കമ്പോണൻറ്റ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് Adobe XD കുറിച്ച് കൂടുതൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ Adobe XD കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു പ്ലേലിസ്റ്റ് ആയിട്ട് തന്നെ വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക. അപ്പോൾ കമ്പോണൻസിനെ കുറിച്ച് ഇത്രയേ ഉള്ളൂ ബേസിക്സ് ആയിട്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുകയാണ്. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി.